عن عبد الله بن عمرو بن العاص رضي الله عنه قال قال رسول الله صلى الله عليه وسلم سيأتي أناس من أمتي يوم القيامة نورهم كضوء الشمس قلنا من أولئك يا رسول الله فقال فقراء المهاجرين الذين تتقى بهم المكاره يموت عهده وحاجته في صدره يحشرون من أقطار الأرض. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അതാ നമുക്ക് ഹദീസിൽ അരുളിയതായി പ്രവാചകൻ അരുളിയതായി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ സൂര്യനെ പോലെ തിളങ്ങുന്ന പ്രകാശത്തോടു കൂടി വരുന്നതാണ്. ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അവർ ആരായിരിക്കും യാ ഹബീബുല്ലാഹ്? അപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അതാ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, അവർ സാധുക്കളായ മുഹാജിറുകളാണ്. അവർ മുഖേന പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതാണ്. അവരിൽ ഓരോരുത്തരും തന്റെ ആവശ്യങ്ങളെ ഹൃദയത്തിൽ ബാക്കിയാക്കിക്കൊണ്ട് മരണപ്പെടുന്നതാണ്. ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നായി അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ജീവിതത്തിന്റെ അഭിലാഷങ്ങൾ സാധിക്കാതെ മിസ്കീനായി മരണപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തെല്ലാം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് നമ്മുടെ മനസ്സിലുണ്ടുള്ളത്. പക്ഷെ അതൊന്നും സാധിക്കാതെ അതാ മിസ്കീനായി കൊണ്ട് മുഹാജിറുകളായ ആളുകൾ മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഹിജ്റ വന്ന മുഹാജിറുകളുണ്ട്. അത്തരണത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. മിസ്കീനായ മനുഷ്യരുണ്ടല്ലോ, എന്തെല്ലാം ആഗ്രഹങ്ങളാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. പക്ഷേ ആഗ്രഹങ്ങളൊന്നും അവർക്ക് സാധിക്കാൻ പറ്റിയില്ല. അവർ സാധുക്കളായിരുന്നല്ലോ, പട്ടിണി കിടന്ന് ജീവിച്ചവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിക്കുന്നതായ സൂര്യനെ പോലെ തിളങ്ങുന്ന വദനത്തോടു കൂടിയതാ ഖിയാമത്ത് നാളിൽ ഉമ്മത്തിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു സമുദായത്തെ, ഒരു ഗ്രൂപ്പിനെ, ഒരു സംഘത്തെ, ഒരു സമൂഹത്തെ ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അമിതമായി സമ്പത്ത് ഉണ്ടാകുന്നതിനെ തൊട്ട് നമ്മൾ കാക്കണേ, നമ്മൾ പേടിക്കണേ. നമ്മൾ അതിനെ തൊട്ടതാ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഒത്തിരിയധികം സമ്പത്തുകൾ വന്നു കഴിയുമ്പോൾ എല്ലാം മതിമറന്നുകൊണ്ടതാ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രകാശം സൂര്യനെ പോലെ തിളങ്ങുന്ന പ്രകാശത്തിന്റെ അത്തരണത്തിലുള്ളവരുടെ കൂട്ടത്തിലാകാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം. അല്ലാഹു ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചതെന്തോ അതേ ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ പോലെ തിളങ്ങുന്ന വചനങ്ങളുമായി നാളെ ഖിയാമത്ത് നാളിൽ എത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ഹദീസുകൾ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അതിനുള്ളതായ ആ ഹൃദയത്തിലേക്ക് കയറിയിട്ട് നമുക്ക് പരിവർത്തനം ഉണ്ടാകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.